ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ ഇഷ്ടമായ ബനാന ചിപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ പെർഫെക്റ്റായി വളരെ ടേസ്റ്റിയിൽ വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇതിനായിട്ട് ഞാൻ 5 പച്ച ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ തൊലി കളയണം. പക്ഷെ അതിൻ്റെ മുൻപ് നമുക്കൊരു പാത്രത്തിൽ അല്പം മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം എടുക്കണം. കാരണം നമ്മുടെ ഏത്തപ്പഴം കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ഇതിലിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെ കറ കൊണ്ട് അതിൻ്റെ കളറ് മാറിയിട്ട് ഒരു ഡാർക്ക് കളറായിട്ട് വരും. ഈ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഏത്തപ്പഴത്തിൻ്റെ കറയൊക്കെ പോയി കിട്ടുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞിട്ട് ഇതിനെ നേരിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിടണം. ഇപ്പം ഞാൻ ഒരു പഴത്തിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നേരിട്ട് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലേക്ക് വളരെ തിൻ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ തൊലി കളഞ്ഞ പഴത്തിനെ ഈ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലേക്ക് അല്പനേരം ഇട്ട് വെക്കുക. എന്നിട്ട് നേരിട്ട് എണ്ണയിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. സ്ലൈസർ ഉണ്ടെങ്കിൽ സ്ലൈസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക. ഞാൻ അതും ഇല്ലാത്തവർക്കും കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നിനെ മുഴുവനും ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടുത്ത പഴം എടുക്കുക, തൊലി കളയുക, ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാത്തിനെയും ചെയ്തെടുക്കാം. വളരെ തിൻ പീസായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. ഇപ്പം ഞാൻ ഈ 5 എണ്ണത്തിനെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കറ കളയാനും വേണ്ടിയിട്ട് 10 മിനിറ്റ് ഇതുപോലെ തന്നെ അങ്ങ് ഈ വെള്ളത്തിൽ ഇട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ നിന്നും വാർത്തെടുത്ത് മാറ്റാം. ഇപ്പം ഞാൻ വെള്ളത്തിൽ നിന്നും വാർത്തെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുൻപേ ഒരു ചെറിയ ബൗളിൽ അല്പം വെള്ളവും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇതിനായിട്ട് ഇപ്പം ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. എന്നാലേ ഇത് ക്രിസ്പി ആയിട്ട് വരുള്ളൂ. നമുക്ക് എല്ലാത്തിനെയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യണ്ട. 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നാലും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ ഇട്ട ഉടനെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ ഇത് പരസ്പരം ഒട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ അങ്ങ് കിടന്നോട്ടെ. അതിനുശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കിയ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെയായിട്ട് കുടഞ്ഞു കൊടുക്കാം. ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യാൻ. കാരണം എണ്ണയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എന്തായാലും അറിയാലോ കയ്യിലേക്കൊക്കെ തെറിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി നമുക്കിത് ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് നല്ല ചൂട് കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോവാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
അങ്ങനെ ഇപ്പൊ നമ്മുടെ ബനാന ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അത് കഴിഞ്ഞു വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്